ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീൻകറി കേട്ടോ, നല്ല നാടൻ സ്റ്റൈലുള്ള മീൻകറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള സാധനങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ഒരു 1.5 കിലോനോളം മീൻ കേട്ടോ, സൂതയാണ് കേട്ടോ. അത് മീൻ സൂത എന്നൊക്കെ ഇവിടെ പറയാം. ഇത് ഒരു ഉള്ളി കേട്ടോ, ഇത് 2 തക്കാളി, ഇത്ര പച്ചമുളക്, ഒരു 3-4 കഷ്ണം കുടംപുളി കേട്ടോ, ഇവിടെ വെളുത്തുള്ളി, ഇഞ്ചി, ഒരു കരിവേപ്പിൻ്റെ കേട്ടോ, നല്ല 2-3 ഇല്ല ഇങ്ങനെ ഇട്ടത് കേട്ടോ. അത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പിടയ്ക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ഉള്ളി ഒന്ന് വെട്ടി കൊടുക്കാം കേട്ടോ. തക്കാളി കേട്ടോ, പച്ചമുളകൊന്ന് കട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ നമുക്കിനി വെളുത്തുള്ളി ഒന്ന് ചതച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഞ്ചി ഒന്ന് ചതച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഈ കുടംപുളി ഒന്ന് കുതിർത്ത് വെക്കണം കേട്ടോ. കിടക്കണം കേട്ടോ. അപ്പം നമുക്ക് പാൻ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ പാനൊക്കെ ചൂടായിട്ട് കേട്ടോ. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഉലുവട്ട് കൊടുക്കാം കേട്ടോ. കരിവേപ്പ്, തണ്ട് നമ്മൾ വേസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കൊടുക്കട്ടെ. ആദ്യം പച്ചമുളക്, പിന്നെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് ഇളക്കി കൊടുക്കണേ, സെറ്റാവും. നമുക്ക് ഉപ്പിട്ട് കൊടുക്കട്ടോ, ഈ ഉള്ളി വേഗം വാടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കട്ടോ. ഒരു 5 മിനിറ്റ് അടച്ച് വെക്കട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ട് കേട്ടോ. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കട്ടോ. പിന്നെ നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, വളരെ കുറച്ചിട്ടോ മല്ലിപ്പൊടി, ജീരകപ്പൊടി കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. അപ്പം നമുക്ക് ഈ കുടംപുളി കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. കുടംപുളി അടക്കട്ടോ. ഇനി നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ. അപ്പം മസാലകൾ നല്ല തിളച്ച് വന്നിട്ടോ. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കട്ടോ. താലി ഒക്കെപ്പാടെ കൂടിയാണ് കേട്ടോ. ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം പറഞ്ഞാൽ ഇവിടെ ചെറിയൊരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് അപ്പുറത്ത്. റെഡി ആവാൻ ഇനിയൊരു 10-15 മിനിറ്റ് കൂടി എടുക്കുന്നു തോന്നുന്നുണ്ട്. നല്ല സെറ്റായിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ. ഇത് വെന്ത് കഴിഞ്ഞാൽ കയ്യിലിട്ട് ഇളക്കരുതേ, ഇങ്ങനൊക്കെ ആകെ ഉടഞ്ഞു പോകും. പിന്നെ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനിയൊരു 5 മിനിറ്റ് വരെ അടച്ചേക്കാം കേട്ടോ. ഇങ്ങനെ കിടക്കട്ടെ കേട്ടോ.
അപ്പോൾ നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് മാറ്റി വെക്കാം. നല്ല സെറ്റായി വന്നിട്ട് നല്ല മണം അടിക്കുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മണാണ്. അപ്പോൾ നമുക്ക് ചോറും കൂട്ടി കഴിക്കട്ടോ. രണ്ട് പ്ലേറ്റ് ചോറ് കഴിക്കട്ടോ. പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ നല്ല സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ 2 ദിവസം വരെ കേടാവാതെ കേട്ടോ. സൂപ്പർ. അപ്പോൾ നമ്മളിതൊന്ന് ഫിനിഷ് ചെയ്യാം കേട്ടോ. പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.